ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഈ ഒരു ചെറിയൊരു സീരീസ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു 10-15 വീഡിയോസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. ഞാൻ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് നമ്മൾ ഇതുവരെ 42 വീഡിയോസ് വരെ ചെയ്തത്. സോ എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ തിയറി പോർഷൻസ് ഒക്കെ പഠിച്ച് കംപ്ലീറ്റ് ആക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത്. നമ്മുടെ ഈ ഒരു സീരീസ് അവസാനിച്ചതായിട്ട് നിങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ. ദെൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ചൊരു ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിൽ വന്നപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സാർ അടുത്ത വീഡിയോയുടെ എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ഇനി വീഡിയോസ് ഉണ്ടാവില്ല. ഇനി അഥവാ ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് കൊണ്ട് മാത്രം വരാം, 1-2 വീഡിയോ ആയിട്ട് വരാം. അതും ഉറപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും അതിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇരിക്കരുത്. നിങ്ങളുടെ പണി നിങ്ങൾ എടുക്കുക. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്യരുത്. നിങ്ങളുടെ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള ധാരണ നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് അടുത്ത ദിവസത്തെ നിങ്ങളുടെ പ്ലാൻ എന്ന് നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അല്ലാതെ ഞാൻ വീഡിയോ ചെയ്തിട്ട് മാത്രമേ റിവിഷൻ ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവരുത്. സോ തുടങ്ങിയാലോ. സോ നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഈ ഒരു സീരീസ് വൻ സക്സസ്ഫുൾ ആക്കിയ എല്ലാവർക്കും നന്ദി. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ദെൻ സപ്പോസ് ട്രേഡ്സ്മാൻ എക്സാമിന് വേണ്ടിയിട്ടോ ഇലക്ട്രീഷ്യൻ പരീക്ഷയ്ക്കോ വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിലവിൽ യൂട്യൂബിൽ തന്നെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. നിങ്ങൾ തന്ന എല്ലാവിധ സപ്പോർട്ടിനും നന്ദി. അപ്പോൾ തുടങ്ങിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി വയർ ജോയിൻറ്റ്? താഴെ തന്നിരിക്കുന്ന വയർ ജോയിൻറ്റ് ഏത് ടൈപ്പ് ഓഫ് വയർ ജോയിൻ്റ് ആണെന്നാണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വയർ ജോയിൻറ്റ്, ബ്രിട്ടാനിയ ജോയിൻറ്റ്, ടി ജോയിൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? യെസ്, ജോയിൻറ്റിൻ്റെ പർപ്പസ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ കൂടെ ജോയിൻറ്റ് കണ്ടാൽ അത് തിരിച്ചറിയണം അല്ലേ. സോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ വീഡിയോ സീരീസിൽ മൊത്തം ഉള്ളത് ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇനി എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇനിയും അറിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ബാങ്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അതേപോലെ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്ന ഒരു വീഡിയോ ഓൾറെഡി 2 വീഡിയോ നമ്മൾ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇനി വീണ്ടും ഇതിൻ്റെ താഴെ വന്നിട്ട് സാർ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് എവിടെ കിട്ടുമെന്ന് ചോദിക്കേണ്ട. അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാൻ താഴെ കൊടുക്കാം. എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ കണ്ടാലും മനസ്സിലാവും. സോ ഇതെന്താ? യെസ്, വളരെ ഈസിയാണ്. ഇത് നോട്ട് എ ടാപ്പ് ജോയിൻ്റ് ആണ് അല്ലേ. നോട്ട് എ ടാപ്പ് ജോയിൻ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി കവർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവേണ്ടതാണ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോയിൻറ്റുകൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഓർത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഈ വീഡിയോയിൽ കൂടുതൽ ഡിസ്കഷൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ആൻസേഴ്സ് പറഞ്ഞു പോവുക മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ പോർഷൻ ഒരു പ്രാവശ്യം കൂടി ഒന്ന് എടുത്ത് നോക്കുക. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് സോൾഡറിംഗ് ഫ്ലക്സ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിംഗ് ഗാൽവനൈസ്ഡ് അയൺ? യെസ്, ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓരോരോ ആപ്ലിക്കേഷന് ഓരോരോ സോൾഡറിംഗ് ഫ്ലക്സ് നമ്മൾ യൂസ് ചെയ്യും, ഓരോരോ സോൾഡേഴ്സ് യൂസ് ചെയ്യും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗാൽവനൈസ്ഡ് അയൺ ആണെങ്കിൽ ഏതാ യൂസ് ചെയ്യുക? യെസ്, 10% HCl, 90% വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട ഓർമ്മയുണ്ടോ? അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആൻസർ. 10% വീര്യതയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ ഗാൽവനൈസ്ഡ് അയണിൽ സോൾഡറിങ്ങിന് ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോവുക. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് സേവിങ് ലെയർ ഇൻ അണ്ടർഗ്രൗണ്ട് കേബിൾ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അണ്ടർഗ്രൗണ്ട് കേബിൾ പറയുന്ന സമയത്ത് അതിൻ്റെ ഓരോ സെക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിൻ്റെയും ഫങ്ഷൻ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പിക്ചർ തന്നിട്ട് താഴെ പറയുന്ന പിക്ചറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പാർട്ട് ഏതാണ് എന്നുള്ള ചോദ്യം പോലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സേവിങ് ലെയറിൻ്റെ പർപ്പസ് എന്തായിരുന്നു? യെസ്, നമ്മുടെ ആർമറിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലേ. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് നിന്നും ആർമറിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊട്ടക്റ്റ് ആർമറിങ് ഫ്രം അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അല്ലേ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ സേവിങ് അതിൻ്റെ എല്ലാ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ ഈ പറയുന്ന പോലെ ബെഡിങ്, ആർമറിങ്, ലെഡ് ഷീറ്റ്, പേപ്പർ ഇൻസുലേഷൻ, ആ രീതിയിൽ ചോദിച്ചിട്ട് അതിൻ്റെ ഫങ്ഷൻ ചോദിക്കാം. അല്ലെങ്കിൽ താഴെ പറയുന്ന ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിക്കാം. ഇതേതാ പാർട്ട്? ഈ പാർട്ട് ഏതാണെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ.
ഓക്കെ, ആൻസർ കിട്ടിയവരെന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് വേറെ ആരെങ്കിലും അത് കമൻറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് ഒന്ന് ലൈക്ക് ചെയ്താൽ മതി കേട്ടോ, ലൈക്ക് ചെയ്താൽ മതി. സെപ്പറേറ്റ് ആൻസർ ആണെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും പുതിയൊരു കമൻറ്റായിട്ട് ആഡ് ചെയ്യുക. അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് പോലെ തന്നിട്ടുണ്ട്, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഏതാണ് ഈ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള പാർട്ട്? ഓക്കെ, നെക്സ്റ്റ് വൺ, നെയിം ദി പാർട്ട് മാർക്ക്ഡ് എക്സ് ഓഫ് ബെൽറ്റഡ് UG കേബിൾ. യെസ്, ഓവർ ഹെഡ് ലൈനും അണ്ടർഗ്രൗണ്ട് കേബിളും അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. കേബിൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അണ്ടർഗ്രൗണ്ട് കേബിളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓവർ ഹെഡിന് അവരെപ്പോഴും കണ്ടക്ടർ എന്നാണ് പറയുക. ഓക്കെ, സോ ഈ പറയുന്ന പാർട്ട് ഏതാ, ഈ പറയുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ആൻസർ? യെസ്, ഇത് ലെഡ് ഷീത്താണ് അല്ലേ, ലെഡ് ഷീത്തിങ് ആണ് ഈ ഒരു പാർട്ട്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് അലൂമിനിയം കണ്ടക്ടർ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല ഇലക്ട്രീഷ്യൻ പരീക്ഷകൾക്കും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അതിൽ ഈ 56 mho per meter എന്നുള്ളത് കാണുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ അടിക്കും അല്ലേ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ രീതിയിൽ ചോദിക്കുന്ന സമയത്ത് അലൂമിനിയം ചോദിച്ചാൽ 56 എപ്പോഴും കൊടുക്കും, അതുപോലെ കോപ്പർ ചോദിച്ചാൽ 35 എപ്പോഴും കൊടുക്കും. എന്തുകൊണ്ടാണ്? യെസ്, 35 mho per meter ആണ് നമ്മുടെ അലൂമിനിയത്തിൻ്റെ ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഈ 56 ഏതിൻ്റെയാണ്? ഇത് കോപ്പറിൻ്റെയാണ്. ഓക്കെ, കോപ്പറിൻ്റെയാണ്. സോ ഓർത്ത് വെക്കുക, ഇത് ഓം ഇൻവേഴ്സ് ആണ് മോ കേട്ടോ, ഓം ഇൻവേഴ്സ് ആണ് മോ. സോ 56 mho per meter ആണ് കോപ്പറിന്, ദെൻ 35 mho per meter ആണ് ഏതിൻ്റെത്, അലൂമിനിയത്തിൻ്റെ കേസിൽ. സോ കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കായിരുന്നു? കോപ്പറിനാണ് അല്ലേ, കോപ്പറിനാണ് കണ്ടക്ടിവിറ്റി കൂടുതൽ, നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ഹൗസ് വയറിങ്ങിന് നമ്മൾ കോപ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, നെക്സ്റ്റ് പോവാം. അടുത്തത്, വാട്ട് ഈസ് ദി റേറ്റിംഗ് ഫാക്ടർ ഓഫ് കേബിൾ പ്രൊവൈഡഡ് വിത്ത് കോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ? ഓക്കെ, കോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ പ്രകാരം നമ്മളൊരു കേബിൾ പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റിംഗ് ഫാക്ടർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണയായിട്ട് കേബിൾസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കറണ്ട് കപ്പാസിറ്റി നമ്മൾ പറയും അല്ലേ. യെസ്, കറണ്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നോർമൽ കപ്പാസിറ്റി, ഓക്കെ, ഒരു നോർമൽ കപ്പാസിറ്റി ഇൻറ്റു ഈ പറയുന്ന റേറ്റിംഗ് ഫാക്ടർ ആയിരിക്കും. ഓക്കെ, റേറ്റിംഗ് ഫാക്ടർ ആയിരിക്കും. അതിന് 2 വാല്യൂസാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, കോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു റേറ്റിംഗ് ഫാക്ടർ ഉണ്ടാകും, അത് 0.81 ആണ്. ദെൻ നെക്സ്റ്റ്, ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് വേറെയൊരു റേറ്റിംഗ് ഫാക്ടർ ഉണ്ട്, അത് 1.23 ആണ്. ഓക്കെ, 1.23 ആണ്. അപ്പോൾ 2 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? യെസ്, നമ്മുടെ ഫോം ഫാക്ടറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ √2/2 ആണ് അല്ലേ. യെസ്, സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പം ഇതൊന്ന് ഓർത്ത് വെക്കുക, ഓപ്ഷൻ സി 0.81. നെക്സ്റ്റ് പോയാലോ, വാട്ട് ഈസ് ദി കറണ്ട് കപ്പാസിറ്റി ഓഫ് ദി 16 ampere കേബിൾ ഇഫ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ കോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ? ഒരു 16 ആംപിയർ കറണ്ട് കപ്പാസിറ്റി ഉള്ള ഒരു കേബിൾ അല്ലേ, അത് നമ്മൾ കോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ പ്രകാരം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചത്. സോ ഇവിടെ 16 ആംപിയർ എന്ന് കാണിച്ചിരിക്കുന്നതിൻ്റെ നോർമൽ കപ്പാസിറ്റിയാണ്. സോ 16 × 0.81 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, 16 × 0.81 ചെയ്യുമ്പം എന്തായാലും അത് 18 വരില്ല അല്ലേ, 15 വരില്ല. സോ 11 13 ആണ് വരിക. അപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 10 × 0.8 എത്ര? 8. 6 × 8 48. സോ 4.8. അപ്പം 12നേക്കാൾ കൂടിയ വാല്യൂ അല്ലേ, 12.8 അതിനേക്കാൾ കൂടിയ വാല്യൂ ആണ്. അതെത്രയാണ്? 13. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ, ഈ രീതിയിൽ കണ്ടുപിടിച്ചാൽ മതി. ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ BH കർവ്? ഈ എക്സ് എന്ന് കാണിച്ച ഇതാണ് കേട്ടോ. ഇതെന്താണെന്നാണ് ചോദിച്ചത്. ഇവിടെ ഇത്രയും റീജിയൺ ഇല്ലേ, അതെന്താണ്? കോയസിവിറ്റി, സാച്ചുറേഷൻ പോയിന്റ്, മാഗ്നറ്റൈസിങ് ഫോഴ്സ്, റെസിജ്വൽ മാഗ്നറ്റിസം. റെസിജ്വൽ മാഗ്നറ്റിസം എന്തായാലും അല്ല. എന്തുകൊണ്ടാണ്? റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഈ പാർട്ട് അല്ലേ, ഈ പാർട്ടിനെയും അല്ലെങ്കിൽ ഈ പാർട്ടിനെയാണ് നമ്മൾ റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറയാം അല്ലേ. നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റൈസിങ് ഫീൽഡ് 0 ആക്കിയാലും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ, അതിനൊരു സ്പെസിഫിക് മാഗ്നറ്റിസം ഇവിടെ ഉണ്ടാവും. അതിനാണ് റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറയുക. അതിൻ്റെ കപ്പാസിറ്റിക്ക് പറയുന്ന പേരെന്താ? യെസ്, അതിൻ്റെ കപ്പാസിറ്റിക്ക് നമ്മൾ പറയുന്ന പേര് റീറ്റൻറ്റിവിറ്റി എന്നാണ്. റീറ്റൻറ്റിവിറ്റി അല്ലേ. സോ ഈ സാധനം എന്താ? ഇതൊരു കൊയേഴ്സീവ് ഫോഴ്സ് അല്ലേ. നമുക്ക് ഈ റെസിജ്വൽ മാഗ്നറ്റിസവും 0 ആക്കാൻ വേണ്ടിയിട്ട്, റെസിജ്വൽ മാഗ്നറ്റിസം അതിനകത്ത് ഉണ്ടാവും,
ആ വാല്യൂവിനെയും നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഫോഴ്സ് കൊടുക്കേണ്ടി വരുമോ അതിന് നമ്മൾ പറയുന്നത് ഒരു കൊയേഴ്സീവ് ഫോഴ്സ് എന്നാണ്. ആ ഫിനോമിനന് അതിൻ്റെ എബിലിറ്റിക്ക് പറയുന്നത് ഒരു കൊയേഴ്സിവിറ്റി എന്നാണ്. സോ ഓപ്ഷൻ എ ആണ് ഈ പാർട്ട്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് എത്രത്തോളം ഫോഴ്സ് കൊടുക്കണം അല്ലേ, ഒരു കൊയേഴ്സീവ് ഫോഴ്സ് കൊടുക്കണം, അതിന് പറയുന്നവരാണ് കൊയേഴ്സിവിറ്റി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഈസ് ദി കറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് കപ്പാസിറ്റൻസ് സി ഇഫ് ദി ഇലക്ട്രിക് ചാർജ് ഈസ് ക്യൂ ആൻഡ് വോൾട്ടേജ് ഈസ് വി? സാധാരണ ഈ ഭാഗത്തുനിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇക്വേഷൻ തന്നെ ചോദിച്ചേക്കാം അല്ലേ. സി ഈക്വൽ ടു ക്യൂ ബൈ വി ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്താ ക്യൂ ഇസ് ഈക്വൽ ടു സി വി എന്നറിയാം, അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ സി എന്താ ക്യൂ ബൈ വി. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ അല്ലേ. യെസ്, വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് പോവുക. ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എക്സാമിനേഷൻ്റെ സമയത്ത് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആൻസർ വെക്ക് ചെയ്യാം. വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, അത് ടെസ്ലയാണല്ലേ. ടെസ്ല അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ. വെബർ എന്ന് പറയുന്നത് ഫ്ലക്സ്, പെർ ഏരിയ അത് മീറ്റർ സ്ക്വയർ, അതുകൊണ്ടാണ് ടെസ്ല വരിക. ടെസ്ല എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ. യെസ്, അപ്പം ബാക്കിയുള്ളതിൻ്റെ കൂടി ആംബിയർ ടേൺസ് എന്ന് പറയുന്നത് എന്താ, അത് MMF ആണല്ലേ. ആംബിയർ ടേൺസ് എന്ന് പറയുന്നത് MMF ആണ്. സോ അത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ബാക്കിയുള്ളതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക, കിട്ടുന്നുണ്ടോ എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് പോവാം. കാൽക്കുലേറ്റ് ദി അപ്പാരൻറ്റ് പവർ ഇൻ KVA ഓഫ് 3 phase 415 volt 50 Hz സ്റ്റാർ സിസ്റ്റം ഇഫ് ദി ലൈൻ കറണ്ട് ഈസ് 16 ആംബിയർ അറ്റ് 0.8 പവർ ഫാക്ടർ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പാരൻറ്റ് പവറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പാരൻറ്റ് പവർ പറയുമ്പം പവർ ഇൻ വോൾട്ട് ആംബിയർ, പവർ ഇൻ KVA അല്ലെങ്കിൽ പവർ ഇൻ NVA, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഇക്വേഷൻ എന്താ? √3 VL/IL. മനസ്സിലാക്കുക, നമുക്ക് എപ്പോഴും തരുന്ന വോൾട്ടേജ്, ക്വസ്റ്റ്യനിൽ തരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആയിരിക്കും കേട്ടോ. ലൈൻ ടു ലൈൻ RMS വോൾട്ടേജ് ആയിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ചെയ്തൂടെ? √3 ഇൻറ്റു VL എത്രയാണ്? 415 ഇൻറ്റു IL 16. ഇപ്പോൾ ഈ √3 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റായിട്ട് ധാരണ ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വേഗത്തിൽ ടാക്കിൾ ചെയ്യാം. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു √3 ഉണ്ട്. അപ്പോൾ വേറൊരു √3 കൂടി ഞാൻ ഉണ്ടാക്കിയാൽ എനിക്ക് എന്ത് ചെയ്യാം? √3 മൾട്ടിപ്ലൈ ചെയ്ത് 3 ആക്കാം അല്ലേ. നിങ്ങൾ നോക്കിയേ, ഈ 415 ആരാ? നമ്മുടെ സിംഗിൾ ഫേസ് വോൾട്ടേജ് 240 ആണെങ്കിൽ അതിൻ്റെ ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ് 415. സോ എനിക്ക് 415നെ 240 ഇൻറ്റു √3 എന്ന് എഴുതിക്കൂടെ? യെസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? വേഗത്തിൽ ആൻസർ ചെയ്യാം. സോ √3 ഇൻറ്റു 240 ഇൻറ്റു √3 ഇൻറ്റു 16. അപ്പോൾ എന്തായി? 240 √3 ചെയ്തപ്പോൾ 3 കിട്ടി ഇൻറ്റു 16 അല്ലേ. ഇൻറ്റു 16 വന്നു. ഇനി 3 ഇൻറ്റു 16 48 അല്ലേ. അപ്പോൾ 240 ഇൻറ്റു 48. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. ഞാൻ ഇതിനൊക്കെ ഒന്ന് ഇതാ 240 ഇൻറ്റു 24 ഇൻറ്റു 2 മതി. ദെൻ 24 സ്ക്വയർ ഇൻറ്റു 20 മതി അല്ലേ. 24 സ്ക്വയർ എത്രയാണ്? 576 ഇൻറ്റു 20. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി എത്രയാണ്? 1152. ഒരു 0 കൂടി വരും. ഇത്രയും VA ആണ്. അതിനെ കിലോ വോൾട്ട് ആംബിയറിലേക്ക് മാറ്റുമ്പോഴോ 11.52 KVA. ആൻസർ ഇവിടെ ഉണ്ടോ? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി ആയിട്ട് നമുക്കിവിടെ ആൻസർ കിട്ടും. ഓപ്ഷൻ ബി 11.5 KVA ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ചില കേസസിൽ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. നമ്മുടെ ആൻസേഴ്സൊക്കെ കുറച്ച് ദൂരെയാണ്. അത് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ചിലപ്പം √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട സമയത്ത് ഏകദേശം കിട്ടുന്ന വാല്യൂ ഇതാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ. യെസ്, നെക്സ്റ്റ് പോവാം. വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ലിഥിയം സെൽ? ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മൾ പറയില്ലേ ലെഡ് ആസിഡ് സെല്ലിൻ്റെ ഇത്രയാണെന്നൊക്കെ പറയാറില്ലേ, അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ 1.2, 1.5, 1.8, 2.5 നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ട്. ലിഥിയം സെല്ലിൻ്റെ പറയുമ്പം അത് ഹൈ വോൾട്ടേജ് ആണ്, ബാക്കിയുള്ള സെല്ലുകളെ അപേക്ഷിച്ച് ഹൈ വോൾട്ടേജ് ആണ്. അത് 2.5 മുതൽ 3.2 അങ്ങനെയാണ് പഠിച്ചില്ലേ. 2.5 മുതൽ 3.6 വരെ അല്ലേ. അതാണ് ലിഥിയം സെല്ലിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൻസർ. ദെൻ വാട്ട് ഈസ് ദി ഫോർമുല ടു കാൽക്കുലേറ്റ് ദി മാസ് ഡെപ്പോസിറ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്? ഇത് നമ്മുടെ സെൽസ് ആൻഡ് ബാറ്ററീസ് എന്നുള്ള ചോദ്യമാണ്. എന്താണ്? M=ZIT. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ്
ഇൻ കാർബൺ സിങ്ക് ഡ്രൈ സെല്ല്. കാർബൺ സിങ്ക് ഡ്രൈ സെല്ലിൽ നമ്മൾ ഏത് ഇലക്ട്രോലൈറ്റാണ് യൂസ് ചെയ്യുന്നത്? അമോണിയം ക്ലോറൈഡ് ആണ്. കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നെക്സ്റ്റ് വൺ, ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് എവിടെയായിരുന്നു? നമ്മുടെ ലെഡ് ആസിഡ് സെല്ലിലാണ് ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലേ. അവിടെ 1.28 ആണ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. 1.28, 1.26 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. വാട്ട് ഈസ് ദി ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് സിൽവർ? ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ചില എലമെൻസിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് വാല്യൂ ചോദിക്കാറുണ്ട്, കെമിക്കൽ ഈക്വലൻ്റ് വെയിറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാറേ പഠിക്കുക? ഇതൊക്കെ ഇത്രയും വാല്യൂസൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ലേ? നിങ്ങൾ ചിലപ്പം ലാസ്റ്റ് അവസാനത്തെ 1-2 മാസം പ്രിപ്പയർ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്കത് ടഫായിട്ട് തോന്നുക. മനസ്സിലാക്കുക, ഈ ഇലക്ട്രീഷ്യൻ പരീക്ഷകളിൽ, ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ, അതേപോലെ ട്രേഡ്സ്മാൻ പരീക്ഷകൾക്കൊക്കെ കുറേ വർഷങ്ങളായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. മിക്കവാറും ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഈ നിമി ടെക്സ്റ്റ് ബുക്ക് അരിച്ചു വെറുക്കി കുറേ പ്രാവശ്യം റൗണ്ട് അടിച്ച് പഠിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ വാല്യൂസും മനപ്പാടായിരിക്കും. ഓക്കെ, സോ ഇനി ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? യെസ്. സപ്പോസ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വേണം, നല്ല ഒരു ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 50 റാങ്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. വലിയ അപ്രാപ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ കുറേ പ്രാവശ്യം കണ്ട് പോകുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് കയറി വരും. സോ അറിയില്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1.1182 മില്ലിഗ്രാം പെർ കുളമ്പ്. എപ്പോഴും എക്സാമിന് ടെക്സ്റ്റ് ബുക്കിലെ അതേ വാല്യൂ പോലെ തന്നെയാണ് തരാറ്. ട്വിസ്റ്റ് ആക്കുകയും ചെയ്യില്ല. ടെക്സ്റ്റ് ബുക്കിൽ മില്ലിഗ്രാം പെർ കുളമ്പിലാണുള്ളത്. അതുപോലെ തന്നെ മാത്രമേ ക്വസ്റ്റ്യനിലും ചോദിക്കാറുള്ളൂ. അല്ലാതെ ഇതിന് ഇനി മൈക്രോഗ്രാമിലേക്ക് മാറ്റിയിട്ട് 11,000 എന്നൊന്നും പറഞ്ഞിട്ട് തരാറില്ല. ഈ രീതിയിൽ മാത്രമേ തരാറുള്ളൂ കേട്ടോ. സോ ഓർത്ത് നോക്കുക. ബാക്കിയുള്ളതിൻ്റെ കൂടി ഒന്ന് സിൽവർ പഠിക്കുമ്പോൾ കോപ്പറും അത് അലൂമിനിയം പോലെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദി ഔട്ട്കം ഓഫ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി ഡ്യൂറിങ് ഡിസ്ചാർജ്? സോ നമ്മൾ നെഗറ്റീവ് പ്ലേറ്റിൽ സ്പോഞ്ചി ലെഡ് യൂസ് ചെയ്യും, പോസിറ്റീവ് പ്ലേറ്റിൽ ലെഡ് പെറോക്സൈഡ് അല്ലേ. യെസ്. ദെൻ എന്താണ് സംഭവിക്കുന്നതെന്നാണ്, ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ് സൾഫേറ്റ് ആണ് 2 പ്ലേറ്റിലും ഉണ്ടാവുക. ലെഡ് സൾഫേറ്റ് ആണ് 2 പ്ലേറ്റിലും ഉണ്ടാവുക. ലെഡ് സൾഫേറ്റ് പ്ലസ് വാട്ടർ. പ്ലേറ്റിൽ എന്താണെന്ന് ചോദിച്ച സ്ഥിതിക്ക് ലെഡ് സൾഫേറ്റ് പ്ലസ് വാട്ടർ എന്നുള്ള ഓപ്ഷൻ പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഇത് തന്നെയാണ് ആൻസർ വരിക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദിസ് ഡയഗ്രാം? നിങ്ങളുടെ വയറിംഗ് ഡയഗ്രാം പറയുന്ന സമയത്ത് ലേ ഔട്ട് ഡയഗ്രാം, ഇൻസ്റ്റാളേഷൻ പ്ലാൻ, സ്കീമാറ്റിക് ഡയഗ്രാം അല്ലേ, ആ രീതിയിൽ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോന്നിൻ്റെയും പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ലേ ഔട്ട് ആണോ, വയറിംഗ് ആണോ? വയറിംഗ് എന്തായാലും അല്ല. ഇൻസ്റ്റാളേഷൻ പ്ലാൻ ആണോ, സ്കീമാറ്റിക് ആണോ? അല്ല, ഇത് ഇൻസ്റ്റാളേഷൻ പ്ലാനാണ് അല്ലേ. ഇൻസ്റ്റാളേഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രീതിയിൽ കോൺഡ്യൂട്ടൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഓരോരോ ബോർഡുകളും ഓരോ പോയിൻറ്റ്സും വെച്ചിട്ട് പറയുന്നത് എവിടെയാണ്? ഇൻസ്റ്റാളേഷൻ പ്ലാനിൻ്റെ അകത്താണ്. സോ ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. വയറിംഗ് ലേ ഔട്ട് ഭാഗത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ സി ഇൻസ്റ്റാളേഷൻ പ്ലാനാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് പോവാം. വാട്ട് ഈസ് ദി എക്സ്പാൻഷൻ ഓഫ് ECC? എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടറാണ്. നമ്മൾ എർത്തിങ് പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടറാണ് ECC. നെക്സ്റ്റ് പോവാം. വാട്ട് ഈസ് ദി മാക്സിമം പെർമിസിബിൾ ലോഡ് ഫോർ എ പവർ സബ് സർക്യൂട്ട് ആസ് പെർ ഐ റൂൾ? ഈ ക്വസ്റ്റിൻ്റെ പ്രശ്നം എന്താ അറിയോ? പലരും എന്തേ നോക്കുള്ളൂ, സബ് സർക്യൂട്ട് എന്നേ നോക്കുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? ഓപ്ഷൻ എയിൽ ചാടി കയറി അങ്ങ് കൊടുക്കും 800 വാട്ട് എന്ന്. അതെന്താ? ഈ 800 വാട്ട് അല്ലെങ്കിൽ 10 പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൻ്റെ ആൻസർ ആണ് അല്ലേ. ലൈറ്റിംഗ് സബ് സർക്യൂട്ടിലാണ് 10 പോയിന്റ് അല്ലെങ്കിൽ 800 വാട്ട്. ദെൻ അതൊരു പവർ സബ് സർക്യൂട്ട് ആവുന്ന സമയത്ത് 3000 വാട്ട് അല്ലെങ്കിൽ 2 പോയിന്റ്. ഓക്കെ, 3000 വാട്ട് 2 പോയിന്റ്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സപ്പോസ് ഒരു പോയിന്റിൽ തന്നെ അല്ലേ, ഒരു പോയിന്റിൽ തന്നെ ഒരു 3000 വാട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യെസ്, ആ ഒരു പോയിന്റ് കൊണ്ട് നിർത്തും. സപ്പോസ് 2 പോയിന്റിൽ ഒരു 2000 വാട്ടേ ടോട്ടൽ വന്നിട്ടുള്ളൂ, ഒരു 1000 വാട്ട് കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമോ? ഇല്ല, നമ്മൾ വേറെ ഒരു സബ് സർക്യൂട്ട് പവർ സർക്യൂട്ടിൽ കയറ്റുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണ്? മാക്സിമം 2 പോയിന്റ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? അവർ പവർ സബ് സർക്യൂട്ട് ചോദിച്ച സ്ഥിതിക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. വിച്ച് ലൊക്കേഷൻ ദി സർവീസ് കണക്ഷൻ സപ്ലൈ ലെഡ്സ് ടു ബി കണക്ട് അറ്റ് കൺസ്യൂമർ മെയിൻ ബോർഡ്? അതായത്
നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഏത് പാർട്ടിലാണെന്നാണ് ഇവർ ചോദിക്കുന്നത് കേട്ടോ. വിച്ച് ലൊക്കേഷൻ ദി സർവീസ് കണക്ഷൻ സപ്ലൈ ലീഡ്സ് ടു ബി കണക്റ്റഡ് അറ്റ് കൺസ്യൂമർ മെയിൻ ബോർഡ്. നമ്മൾ നേരെ കണക്ട് ചെയ്യുന്നത് എനർജി മീറ്ററിലേക്കാണ്. ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യുന്ന പാർട്ട് എനർജി മീറ്ററിലേക്കാണ്. സാധാരണ ഇൻ്റർവ്യൂസിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, സർവീസ് മെയിൻ വന്ന് കയറുന്നത് എവിടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ നേരെ എനർജി മീറ്ററിലേക്ക് കണക്ട് ചെയ്യുക അല്ലേ. യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദി പെർമിസിബിൾ ലീക്കേജ് കറണ്ട് ഇൻ ഡൊമസ്റ്റിക് വയറിംഗ് ഇൻസ്റ്റാളേഷൻ? വളരെ സിമ്പിളാണ്, 1/5000 ഓഫ് ദി ഫുൾ ലോഡ് കറണ്ട് അല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് ഫിലമെൻറ്റ് ലാമ്പ്? ഫിലമെൻറ്റ് ലാമ്പിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ 2300 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചിലപ്പോൾ കെൽവിൻ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഒരു +273 ആഡ് ചെയ്തിട്ട് അതിന് കെൽവിൻ കൊടുത്താൽ മതി അല്ലേ. 2573 എന്നൊക്കെ ഉണ്ടാവും. മിക്കവാറും ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാറ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് പൊസിഷൻ MB ടൈപ്പ് ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് ആർ ഓപ്പറേറ്റഡ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൽ MB ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എനി പൊസിഷൻ, ഏത് പൊസിഷനിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. ദെൻ വിച്ച് ഈസ് കോൾഡ് കാഥോഡ് ലാമ്പ്? നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനാണിത്. കോൾഡ് കാഥോഡ് ലാമ്പായിട്ട് നമ്മൾ പറയുന്നത് എന്താ, നിയോൺ സൈൻ ലാമ്പാണല്ലേ. സോ സാധാരണയായിട്ടുള്ള ഹോട്ട് കാഥോഡ് ലാമ്പുകളിലൊക്കെ അതിൻ്റെ കാഥോഡ് വളരെ ടെമ്പറേച്ചർ കൂടിയ ലെവലിലായിരിക്കും. നിയോൺ ലാമ്പിൻ്റെ കേസിൽ അത് താരതമ്യേന ചെറിയ ടെമ്പറേച്ചറിലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ കോൾഡ് കാഥോഡ് ലാമ്പ് എന്ന് പറയുന്നത് കേട്ടോ. നിയോൺ സൈൻ ലാമ്പ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ഷണ്ട് റെസിസ്റ്റൻസ് മെറ്റീരിയൽ? അപ്പം ഈ ഒരു പിക്ചർ അറിയില്ലെങ്കിലും ഷണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആൻഡ് മാംഗനിൻ പോലെയുള്ള മെറ്റീരിയൽസ് ആണെന്ന് അറിയാലോ. സോ മാംഗനിൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ. നിക്രോ എന്ന് പറയുന്നത് എന്താ, നിക്രോ നമ്മുടെ കമ്പിച്ചുരുൾ അല്ലേ, ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നിക്രോം. ഓക്കെ, യെസ്. സോ ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആൻസർ മാംഗനിൻ ആണ്. ഓക്കെ, കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് യുറേക്ക ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്. പക്ഷേ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ചൂസ് ചെയ്തിട്ടുള്ള ആൻസർ മാംഗനിൻ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. അതാണ് ചില ഇലക്ട്രീഷ്യൻ പരീക്ഷകളുടെ ഒരു പ്രശ്നം. എങ്ങനെയാണ് നീ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ ഉള്ളത് അത് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. സോ മാംഗനിൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. യുറേക്ക എന്നുള്ള ആൻസർ അവർ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ ആ ഒരു പാർട്ടിലേക്കാണ് കേട്ടോ. സോ മാംഗനിൻ ആണ് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബെസ്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി പാർട്ട് ഓഫ് ഇലക്ട്രിക് അയൺ? ഓക്കെ, ഒരു തേപ്പ് പെട്ടി ഇലക്ട്രിക് അയണിൻ്റെ ഈ പാർട്ടിൻ്റെ പേരെന്താണ്? അത് സോൾ പ്ലേറ്റ് ആണ് കേട്ടോ. സോൾ പ്ലേറ്റ് ആണ്. സോ ഹോം അപ്ലയൻസസ് പഠിക്കുന്ന സമയത്ത് ഓരോ പിക്ചറും കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചേഴ്സൊക്കെ നോക്കുക, അതിൻ്റെ പാർട്ടുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് സ്റ്റിറർ മോട്ടോർ ഇൻ മൈക്രോവേവ് ഓവൻ? ഓക്കെ, മൈക്രോവേവ് ഓവനിൽ നമ്മൾ സ്റ്റിറർ മോട്ടോർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഡ്രോസ് കൂളിംഗ് എയർ ഇൻസൈഡ്, സ്പ്രെഡ് ദി ഹീറ്റ് യൂണിഫോംലി, എക്സോസ്റ്റ് ദി ഹോട്ട് എയർ ഔട്ട്സൈഡ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലേ ഇതൊക്കെ കറക്റ്റ് ആൻസർ ആവാൻ ചാൻസ് ഉണ്ട് തോന്നും. പക്ഷേ മൈക്രോവേവ് ഓവൻ്റെ കേസിൽ റിവോൾവ്സ് ആൻഡ് റിഫ്ലക്ട് ദി ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് എനർജീനെ റിവോൾവ് ചെയ്യാനും റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റിറർ മോട്ടോർ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. വിച്ച് ടൈപ്പ് ഓഫ് AC സിംഗിൾ ഫേസ് മോട്ടർ ഈസ് യൂസ്ഡ് ഇൻ ഫുഡ് മിക്സർ? വളരെ ഈസിയാണ്. ഫുഡ് മിക്സർ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ മോട്ടറാണ്, ഹൈ സ്പീഡ് മോട്ടറാണ്. അതൊരു കൺസ്ട്രക്ഷൻ വൈസ് AC സീരീസ് മോട്ടറാണ്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ. യെസ്. സോ അത്രയും ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ടെക്സ്റ്റ് ബുക്കുകളിൽ വരുന്ന കുറേയധികം ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി, അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണോ അതോ അറിയാത്ത കാര്യങ്ങളുണ്ടായിരുന്നോ? അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം കൂടി ആ ഒരു ഭാഗം ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ജസ്റ്റ് വായിച്ച് നോക്കുക. ഇനി ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ രീതിയിലായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.